സല്യൂട്ട് സോദരരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹമധുരമായ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ഞാൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചോ കുറ്റാന്വേഷണത്തെക്കുറിച്ചോ മനുഷ്യരുടെ ദുരിതത്തെക്കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല. പകരം ഉത്സവങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് ആശിക്കുന്നു. ക്രിസ്മസ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനമാണ്. ജോസഫിനും മദർ മേരിക്കും ഡിസംബർ 25-നാണ് ക്രിസ്തു ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. ക്രിസ്തീയ മതാചാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ബൈബിളാണല്ലോ. റോമൻ മിത്തോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബൈബിളിൻ്റെ ചില തത്വങ്ങളും ആശയങ്ങളും ഒക്കെ. റോമൻ മിത്തോളജി എന്ന് പറയുന്നതിന് ഗ്രീക്ക് മിത്തോളജിയാണ് അടിസ്ഥാനം. ഗ്രീക്ക് മിത്തോളജിയിലെ പല കഥകളും റോമൻ മിത്തോളജിയിലെ കഥകളുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. ഗ്രീക്ക് മിത്തോളജിക്ക് ഈജിപ്ഷ്യൻ മിത്തോളജിയുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. മതപരമായ വിശ്വാസങ്ങൾ, അവരുടെ ട്രഡീഷൻസ്, കസ്റ്റംസ്, രീതികൾ ഇവയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഗ്രീക്ക് മിത്തോളജിയും ഈജിപ്ഷ്യൻ മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ ഈജിപ്ഷ്യൻ മിത്തോളജിയോ അതിനേക്കാൾ മുമ്പുള്ള സുമേറിയൻ മിത്തോളജിയുമായിട്ടും സുമേറിയൻ രീതികളുമായും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. സുമേറിയൻ സംസ്കാരത്തിൻ്റെ അടിത്തറ നോക്കിക്കഴിഞ്ഞാൽ അത് ഹിന്ദുയിസത്തിലാണ്. മഹാമേരു പർവ്വതം, അതാണ് കൈലാസമായി കണക്കാക്കപ്പെടുന്നത്. മേരുവിൻ്റെ താഴ്വാരത്ത് ജീവിച്ചിരുന്ന ആൾക്കാരും അവരുടെ സംസ്കാരവുമാണ് സുമേറിയൻ സംസ്കാരം എന്ന് പറയപ്പെടുന്നത്. ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ നിന്ന് ഒരുപാട് പറയാനുണ്ടാവും. നമ്മൾ സൂര്യൻ, ചന്ദ്രൻ എന്ന ഗോളങ്ങളെ അധിഷ്ഠിതമാക്കിയാണ് വർഷം മുഴുവനും ആചരിക്കുന്നതും സമയം കണക്കാക്കുന്നതുമെല്ലാം. എന്നാൽ സമയത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ക്രോണോസ് ആണ്. ഇത് സാറ്റേൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശനി ഗ്രഹത്തിനെയാണ് ക്രോണോസ് എന്ന് പറയുന്നത്. ക്രോണോസിന്റെ ഭാര്യ റിയ ആണ്, മദർ റിയ, അതായത് മദർ എർത്ത്. മദർ എർത്ത് ആണ് മറിയ. ക്രോണോസ് ജോസഫ് എന്ന് പറയുന്ന ഫാദർ. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ മകനാണ് ജൂപ്പിറ്റർ സിയസ്, അല്ലെങ്കിൽ ജീസസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ അച്ഛൻ ക്രോണോസിനും അമ്മ മറിയയ്ക്കും ജൂപ്പിറ്റർ എന്നുള്ള ഒരു പുത്രൻ ഉണ്ടായ ഒരു കഥ തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ടാവണം. അത് ഗ്രീക്ക് മിത്തോളജിയിലുമുണ്ട്, റോമൻ മിത്തോളജിയിലുമുണ്ട്. അതിൻ്റെ ഒരു വേർഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രിസ്ത്യൻ മിത്തോളജിയിലെ ജീസസിൻ്റെ ജന്മത്തെ കണക്കാക്കാം. പക്ഷേ ഇതുമായിട്ട് സാമ്യമുണ്ട്. ക്രോണോസ് സമയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ക്രോണോളജി, ക്രോണിക്കിൾ എന്നൊക്കെ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ക്രോണോസ് എന്ന ഗ്രഹം. നമ്മുടെ ലോകം കിഴക്കും പടിഞ്ഞാറുമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറ് വശത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ തണുത്ത പ്രദേശത്താണ് താമസിക്കുന്നത്. കിഴക്ക് വശത്തുള്ള ആൾക്കാരൊക്കെ അത്ര തണുപ്പില്ല. ഇപ്പോൾ പടിഞ്ഞാറൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉത്സവമായിരുന്നു സാറ്റർനേലിയ എന്ന് പറയുന്നത്. ക്രോണോസിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഉത്സവം. ഇതിനെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്നും അവർ പറയാറുണ്ട്. വളരെ കഠിനമായിട്ടുള്ള ശിശിരം തുടങ്ങുന്നതിന് മുൻപുള്ള സമയത്താണ് സാറ്റേൺ വർഷിപ്പ് നടന്നിരുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ഹാർവെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വിൻ്റർ സീസൺ ആകുമ്പോഴേക്കും അത് മാറ്റിവെക്കും. ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന ഈ 3 മാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടം എന്ന് പറയുന്നത് 8 ഒക്ടഗൺ 8. നവംബറിലെ നോവം 9, നവ 9. ഡിസംബറിലെ ഡെക്ക 10. ഡിസംബർ എന്ന് പറയുന്നത് 12ാമത്തെ മാസമല്ല, വാക്ക് തന്നെ കാണിക്കുന്നത് അത് 10ാമത്തെ മാസം എന്നാണ്. ജാനുവരി, ഫെബ്രുവരി എന്ന് പറയുന്നത് ശരിക്കും 11, 12 മാസമാണ്. മാർച്ച് തൊട്ടാണ് ശരിക്കും ഒരു വർഷം തുടങ്ങേണ്ടത്. മാർച്ച് ആകുമ്പോഴാണ് ശരിക്കും ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു കൃഷിയുടെ ഒരു സമയം തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ പിന്തുടരുന്ന കലണ്ടർ ഇത് ഗ്രെഗോറിയൻ കലണ്ടറാണ്. എന്നാൽ മലയാളം കലണ്ടറിനകത്ത് ചന്ദ്രൻ്റെ ഗതി അനുസരിച്ചാണ് കണക്ക് കൂട്ടിയിരുന്നത്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സൂര്യൻ്റെ ഗതി അനുസരിച്ചാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇത് രണ്ടും ആയി ചേർന്ന ഒരു യൂണിക്കോഡ് കലണ്ടർ നിലനിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ യൂണിക്കോഡ് കലണ്ടർ നിലനിന്നിരുന്ന സമയത്തെ ഒരു ഉത്സവമായിരുന്നു സാറ്റർനേലിയ. 9 മാസം കഴിഞ്ഞ് 10ാം മാസം ആകുമ്പോഴേക്കും നല്ല മഞ്ഞ് വീഴ്ച തുടങ്ങും. അപ്പോൾ കൃഷിയൊന്നും നടക്കില്ല. അതിന് മുമ്പായിട്ട് ഹാർവെസ്റ്റ് മുഴുവനും എടുത്ത് നമ്മൾ കൂട്ടിവെക്കണം. എന്നിട്ട് അത് കുറച്ചൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഒരു പിശുക്കണം, കാരണം അല്ലെങ്കിൽ അത് വിൻ്റർ മുഴുവൻ ലാസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഹാർവെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് സാധനമൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞ് അവരൊരു ഫാസ്റ്റിൽ, ഒരു വ്രതത്തിലേക്ക് പോയി കഴിഞ്ഞ് ഡിസംബർ 17 മുതൽ 25 വരെയുള്ള ഒരു വ്രതത്തിൽ
9 ദിവസത്തെ വ്രതത്തിൽ സൂര്യന്റെ ഇക്വിനോക്സ്, സൂര്യൻ ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് നിൽക്കുന്ന വിന്റർ സോൾസ്റ്റിസ് എന്ന് പറയുന്ന ഡിസംബർ 21 മുതൽ 22, 23, 24 ഈ 3 ദിവസത്തെ മുഴുവനായിട്ടും ഭക്ഷണം ഉപേക്ഷിക്കണം. സൂര്യൻ ഉദിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് ശകലം വ്യത്യാസമുള്ള സ്ഥലങ്ങളിലാണ്. വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ച് 3 ദിവസം ഒരു വ്രതം ധ്യാനം എന്ന് പറയുന്നതിൽ ഇരുന്നു കൊണ്ട് 25ാമത്തെ ദിവസമാവുമ്പോഴേക്കും സൂര്യൻ വീണ്ടും അനങ്ങിത്തുടങ്ങുന്ന ദിവസം, അതൊരു സെലിബ്രേഷനാണ്. സൂര്യൻ വീണ്ടും ഉദിച്ച് ശക്തി പ്രാപിക്കുകയും അതിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് അന്ന് സാറ്റർനേലിയയുടെ ഫെസ്റ്റിവൽ സമയത്ത് ആൾക്കാർ 25 ഡിസംബറിനെ കണ്ടിരുന്നത്. ഈ ഒരു ആഘോഷവും ഈ ഒരു ഉത്സവവും പിന്നീട് ക്രിസ്മസും ക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ എന്ന സംശയം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്രിസ്തു പിറന്നു വീണപ്പോൾ 3 വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ ജനിച്ച കുഞ്ഞിനെ കാണാനായി യാത്ര ചെയ്ത് അവിടെ സമ്മാനങ്ങളുമായി ചെന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? 3 വൈസ് മെൻ. അവർ ഒരു നക്ഷത്രങ്ങളുടെ പാത പിന്തുടർന്നാണ് ക്രിസ്തു ജനിച്ച സ്ഥലം കണ്ടെത്തി അവിടെ എത്തുന്നതും അവിടെ ക്രിസ്തുവിൻ്റെ മുന്നിൽ നമസ്കരിച്ച് സമ്മാനങ്ങൾ നൽകുന്നതും. സാറ്റർനേലിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നക്ഷത്രങ്ങളുടെ 3 നക്ഷത്രങ്ങളുടെ ഒരു കൺസോഷ്യമാണ്. 3 നക്ഷത്രങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക്, അതായത് ജൂപ്പിറ്ററിൻ്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ പ്രവഹിച്ചു വരും. ഡിസംബർ 25-ാം തീയതി ഈ 3 നക്ഷത്രങ്ങളെ ഇപ്പോൾ പറയുന്നത് പ്രോക്സിമ സെന്റോറി എന്നാണ്. അത് നമുക്ക് ആസ്ട്രോണമിയിൽ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന്. അപ്പോൾ ആകാശത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ 3 നക്ഷത്രങ്ങളും കൂടെ ചേർന്ന് ജൂപ്പിറ്ററിന് ഒരു പ്രത്യേക വെളിച്ചം അന്ന് ക്രിസ്മസ് ദിവസം നൽകാറുണ്ട്. ക്രിസ്തുവിൻ്റെ ജന്മത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ അതൊരു വിശുദ്ധ ജന്മമാണ്. മദർ മേരി വിശുദ്ധ ഗർഭം ധരിച്ച് പ്രസവിച്ച കുഞ്ഞായിട്ടാണ് യേശു ക്രിസ്തുവിനെ പറയുന്നത്. ഇത് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഇത് ക്രിസ്തീയ മതത്തിൽ മാത്രമല്ല, ഹിന്ദു മതത്തിലുമുണ്ട്. മഹാഭാരതത്തിൽ കുന്തി ഭർത്താവ് പാണ്ഡുവുമായി യാതൊരു വിധത്തിലുള്ള ശാരീരിക ബന്ധവും കുന്തിക്ക് പാടില്ലായിരുന്നു, നിഷിദ്ധമായിരുന്നു. കാരണം പാണ്ഡുവിനൊരു ശാപം കിട്ടിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധം ഉണ്ടായാൽ അയാൾ ആ സമയം മരിച്ചു വീഴുമെന്ന്. അപ്പോൾ അതുകൊണ്ട് പാണ്ഡു കുന്തിയെ വിവാഹം കഴിച്ചുവെങ്കിലും കുന്തിക്ക് മക്കൾ ഉണ്ടാവില്ല എന്ന അറിവുണ്ടായത് കൊണ്ടാണ് കുന്തി ദൈവങ്ങളെ പൂജിച്ച്, പ്രകൃതി ദൈവങ്ങളെ പൂജിച്ച് മക്കളെ ഉണ്ടാക്കിയത്. മദർ മേരിക്ക് അങ്ങനെ ആയി എന്നുള്ളതുമായി ഒരു ബന്ധമുണ്ടോ, കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്മസ് സമയത്ത് നമ്മൾ ആചരിക്കുന്ന ഒന്ന് ക്രിസ്മസ് ട്രീ ആണ്. ഒരു ക്രിസ്മസ് മരം നമ്മുടെയൊക്കെ വീട്ടിൽ വെച്ച് അലങ്കരിക്കുന്നു. മുകളിൽ ഒരു നക്ഷത്രം വെക്കുകയും ചെയ്യുന്നു. കോൺ ഷേപ്പിലുള്ള ഒരു മരം എന്ന് പറയുന്നത് പൈൻ മരമാണ്. പൈൻ മരത്തിൽ ഉണ്ടാകുന്ന പൈൻ കോൺ, അതും നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കൂടാതെ വേറൊരു ബന്ധമുള്ളത് സുമേരു, ഭൂമിയുടെ ഒത്ത നടുക്കുള്ള മാഗ്നറ്റിക് പോളാണ് സുമേരു എന്ന് പറയുന്ന വലിയ പർവ്വതം. ആ പർവ്വതത്തിന് ചുറ്റുമായിട്ടാണ് ജംബു ദ്വീപ് ഉള്ളത്. അവിടെയായിരുന്നു ആദ്യത്തെ മനുഷ്യവാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ സുമേരുവിൻ്റെ ഏറ്റവും മുകളിൽ പോയിന്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്, അനങ്ങാതെ നിൽക്കുന്നത് നോർത്ത് സ്റ്റാർ ആണ്, പൊളാരിസ് നക്ഷത്രം, ധ്രുവ നക്ഷത്രം. ഈ ധ്രുവ നക്ഷത്രം അവിടെ നിന്ന് മാറാറില്ല. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗതികൾ മാറുന്നു, പ്ലാനറ്റുകളെല്ലാം, സ്റ്റാറുകളെല്ലാം മാറുന്നു, പക്ഷേ പോൾ സ്റ്റാർ അവിടെ തന്നെ ഉറച്ചു നിൽക്കുക. പിരമിഡ് പോലെയുള്ള ഒരു സ്ട്രക്ചറുള്ള സുമേരു പർവ്വതവുമായിട്ട് ക്രിസ്മസ് സ്റ്റാർ വെക്കുന്നതിന് ബന്ധമുണ്ടോ, മുകളിലുള്ള സ്റ്റാറിന് ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ നമ്മുടെ ശരീരം തന്നെ ഏകദേശം നോക്കിയാൽ ഈ തലച്ചോറും ആയിട്ട് ബന്ധപ്പെട്ട ശരീരവുമായിട്ട് ഈ ഒരു ബോൺ, ഒരു സ്പ്ലീനോയിഡ് ബോൺ എന്ന് പറയുന്ന ബോണ് വെർട്ടിബ്രയുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നു. 33 വെർട്ടിബ്രയാണ് അതിലുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടിരിക്കുന്ന ബോൺ ഒരു ഏകദേശം സ്ട്രെയിറ്റ് ഷേപ്പിലാണ്. അതിന് മുകളിൽ ഇങ്ങനെ ഒരു ഡോമുണ്ട്, അത് നമ്മുടെ തലച്ചോറ്. തലച്ചോറിൻ്റെ മുകളിലുള്ള ചക്ര എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യൻ്റെ 7 ചക്രകളിൽ ഏറ്റവും അവസാനത്തെ ചക്രയായ സഹസ്രാര, 1000 ഇതളുകളുള്ള താമര, ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ട് അടുത്ത് കിടക്കുന്ന ചക്ര എന്ന് പറയുന്നത്. അത് ഉണരുമ്പോഴാണ് നമുക്ക് ആത്മീയമായിട്ടുള്ള എല്ലാ വിവരവും ലഭിക്കുന്നത് എന്നും പറയപ്പെടുന്നു. അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ചക്ര ആജ്ഞാ ചക്രയാണ്. ആ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ ഈ നെറ്റിയുടെ നടുക്കുള്ള സ്ഥലവും 2 കണ്ണുകളുടെയും പോലെ 3-ാം തൃക്കണ്ണ് എന്ന് പറയുന്ന ഒരു വെളിച്ചം തരുന്ന സാധനവുമായിട്ടാണ്. നമ്മുടെ തലച്ചോറിനകത്ത് തന്നെ ഈ ഗ്ലാൻഡ് ഉണ്ട്.
പൈനിയൽ ഗ്ലാൻഡ് എന്നാണ് അതിനെ പറയുന്നത്. കാരണം അതിന് പൈൻ കോണിൻ്റെ ആകൃതിയാണുള്ളത്. അത് എഗെയിൻ പൈൻ ട്രീയുമായിട്ട് വീണ്ടും അത് ബന്ധപ്പെട്ട് കിടക്കുന്നു. പൈൻ കോണുമായിട്ട് ഒരു വളരെയധികം സാമ്യമുള്ള ആ ഒരു സാധനം നമ്മുടെ തലച്ചോറിലുള്ളത്, അതിൻ്റെ പ്രവൃത്തി എന്താണ്, എന്തൊക്കെയാണ് അത് ചെയ്യുന്നത് എന്ന് നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ അത് മെലറ്റോണിൻ, സെറട്ടോണിൻ എന്ന് പറയുന്ന 2 ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മെലറ്റോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം, എണീക്കുന്നത്, രാവിലെ ആക്ടിവിറ്റീസ്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. സെറട്ടോണിൻ നമ്മുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്, നമ്മുടെ മൂഡുകളൊക്കെ നിയന്ത്രിക്കുന്നതാണ്. ഒരു ചില പ്രായം എത്തിക്കഴിയുമ്പോൾ പൈനിയൽ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കുറയും. കാൽഷ്യം അടിഞ്ഞുകൂടും. നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യ ശരിയായിട്ടില്ലാത്തത് കൊണ്ടോ അവിടെ കാൽസിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പൈനിയൽ ഗ്ലാൻഡ് ശരിക്കും പ്രവർത്തിക്കാതെയാകും. അപ്പോൾ അതുകൊണ്ട് മരുന്നുകൾ ഉപയോഗിച്ച് ചില ആൾക്കാർക്ക് ഉറങ്ങാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൈനിയൽ ഗ്ലാൻഡ് എപ്പോഴും ശുദ്ധമായിട്ട് വെക്കാനും തുറന്നു വെക്കാനും അതിനെ എപ്പോഴും പരിപോഷിപ്പിച്ചെടുക്കാനും ഒക്കെ ആളുകൾ, പഴമക്കാരൊക്കെ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ എല്ലാ മിത്തോളജിയിലും ഈ പൈനിയൽ ഗ്ലാൻഡിനെ കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകുന്നു. ക്രിസ്ത്യൻ റിലിജനിൽ തന്നെ ഉണ്ട് അത്. വത്തിക്കാനിലുള്ള ഒരു വലിയ ഒരു സ്തൂപത്തിൻ്റെ മുകളിലായിട്ട് പൈനിയൽ ഗ്ലാൻഡ് പോലെ ഇരിക്കുന്ന ഒരു സ്തംഭമുണ്ട്, ഒരു സ്കൾപ്ചറുണ്ട്. അതുപോലെ പോപ്പ് ഉപയോഗിക്കുന്ന സ്റ്റാഫിൻ്റെ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വലിയ വടിയുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലും പൈനിയൽ ഗ്ലാൻഡിൻ്റെ എംബ്ലമുണ്ട്. ഈ പൈനിയൽ ഗ്ലാൻഡ് തന്നെ ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഹിന്ദു മിത്തോളജിക്കകത്ത് അതിനെ 3-ാം തൃക്കണ്ണുമായിട്ട് സാമ്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ നിറം നീലയാണ്. നീല നിറം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ നിറമാണ്. ഈ ആജ്ഞാ കേന്ദ്രം വളരെയധികം ഉണർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ എപ്പോഴും നീല നിറം എന്ന് പറയപ്പെടുന്നത്. ശിവന്റെ 3-ാം തൃക്കണ്ണ് തുറക്കുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും ധ്യാനത്തിലാണല്ലോ. 3-ാം തൃക്കണ്ണ് തുറന്നിരിക്കുന്നത് കൊണ്ടാണ് ശിവനും പലപ്പോഴും നീല നിറമായിട്ട് വരയ്ക്കപ്പെടുന്നത്. പൈനിയൽ ഗ്ലാൻഡിന് വേറൊരു പേരും കൂടെ പറയാറുണ്ട്, ക്രിസ്റ്റൽ എന്ന്. അതായത് ഒരു ക്രിസ്റ്റൽ പോലെയുള്ള സംശുദ്ധിയുള്ള, പ്യുവറായിട്ടുള്ള ഒരു ശുദ്ധിയായിട്ടുള്ള ഒരു ക്രിസ്റ്റൽ, ഒരു തിളങ്ങുന്ന വജ്രം പോലെയുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. കാരണം അത് ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചിരുന്നാലും നല്ല വെളിച്ചം കാണപ്പെടും അത്രേ. അപ്പം അങ്ങനെ ആ വെളിച്ചം വരുന്നത് കൊണ്ടാണ് അതിനെ ക്രിസ്റ്റലുമായിട്ട് താരതമ്യപ്പെടുന്നതും കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് അതിനെ കണ്ണ് എന്ന് പറയുന്നതും. കാരണം കണ്ണിൻ്റെ നെർവ്സ് പോലെയുള്ള നെർവ്സ് അതിനകത്ത് ഉണ്ട്, അടഞ്ഞു കിടക്കുന്ന തലച്ചോറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യമാണെങ്കിൽ പോലും. സാറ്റേർണേലിയ എന്ന് പറയുന്ന ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടും ഇതുപോലെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട്. ഹനുക്ക എന്ന് പറയുന്ന സെലിബ്രേഷൻ ഉണ്ടാവും, ജൂയിഷ് സെലിബ്രേഷൻ ഉണ്ടല്ലോ. ആ സെലിബ്രേഷനും ഒക്കെ ഇതുമായിട്ട്, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഹനുക്ക. ഡിസംബർ 17-ാം തീയതി തൊട്ട് ഡിസംബർ 25-ാം തീയതി വരെയുള്ള കർശനമായ നിയന്ത്രണങ്ങൾ, 21-ന് സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ആ സമയം തൊട്ട് 3 ദിവസത്തെ കഠിനമായിട്ടുള്ള വ്രതം, ഭക്ഷണം ഒന്നും കഴിക്കാതെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന വ്രതം. അതിനുശേഷം ശരീരത്തിൻ്റെ ശുദ്ധി കാരണം ഈ ക്രിസ്റ്റൽ ഉണരുകയും അവിടെ നിന്ന് പാലും തേനും ഉത്ഭവിക്കുകയും ഈ പാലും തേനും കൂടെ ശരീരം ആസകലം പൊതിഞ്ഞ് താഴേക്ക് പോവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. മിൽക്ക് ആൻഡ് ഹണി എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അത് 2 നാഡികളുണ്ട്, ഇട പിങ്കള എന്ന് പറയുന്ന 2 നാഡികളുണ്ട്. ആ നാഡികളിൽ കൂടെയാണ് അത് താഴേക്ക് പ്രവഹിക്കുന്നത്. അപ്പോൾ അതിനെ ക്രിസം ഓയിൽ എന്നും പറയും. കാരണം ക്രിസ്റ്റലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഓയിൽ ആയതുകൊണ്ട് ക്രിസം ഓയിൽ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്ന സെലിബ്രേഷൻ നമ്മൾ കൊണ്ടാടുമ്പോൾ അതിനകത്ത് ക്രിസ്റ്റലിൻ്റെ ഒരു ഉത്ഭവം മാസ് ആണ് എന്നും, ക്രിസം ഓയിൽ എന്ന് പറയുന്നത് പലപ്പോഴും ഇതുപോലെയുള്ള ചടങ്ങുകളിൽ, പള്ളികളിലുള്ള ചടങ്ങുകളിൽ അനോയിറ്റിങ്ങിനും അതുപോലെ കുഞ്ഞുങ്ങളെ നാമകരണം ചെയ്യുമ്പോഴും മാമോദീസ മുക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ക്രിസം ഓയിൽ പോലെ എന്തോ ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ക്രിസം ഓയിൽ സ്റ്റോർ ചെയ്യുന്നത് കൊളോസ്ട്രം എന്ന് പറയുന്ന ഒരു ബ്രെയിനിനകത്ത് തന്നെയുള്ള ഒരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ വന്ന് അത് നിറഞ്ഞു നിൽക്കും. ക്രൈസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ അത് ഒരു ശക്തിയോടുകൂടി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ അതിന് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനാകും എന്ന് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളത് ക്രൈസ്റ്റ് വിത്തിൻ അസ്, അല്ലെങ്കിൽ ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് വിത്തിൻ അസ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ക്രിസ്തു എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവും കൃഷ്ണനും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് എന്നുള്ളത് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. എല്ലാമായിട്ട് ഒരു വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. റഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പീരിയൽ ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഉണ്ടായിരുന്നു. ദ ബാലഡ് ഓഫ് ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. അതിലെ 2 വരികളുണ്ട്.
ദ ഈസ്റ്റ് ഈസ് ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ഈസ് വെസ്റ്റ്, നെവർ ദ ട്വൈൻ ഷാൽ മീറ്റ് എന്ന്. ഈസ്റ്റും വെസ്റ്റുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്, അത് രണ്ടും ഒരിക്കലും യോജിക്കില്ല എന്ന് പറയുന്നു. പടിഞ്ഞാറൻ രീതികളായിട്ടുള്ള, പാശ്ചാത്യ രീതികളായിട്ടുള്ള ഈ സെലിബ്രേഷൻസ് ആണ് ക്രിസ്മസും ഹനൂക്ക എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഈ സാറ്റർനേലിയ എന്ന് പറയുന്നതും ബാക്കിയെല്ലാം. അതും നമ്മുടെ ഈസ്റ്റിലുള്ള കിഴക്കൻ സ്ഥലത്തുള്ള ഹിന്ദുയിസവും ബുദ്ധിസവും ഈജിപ്ഷ്യൻ മിത്തോളജിയും സുമേറിയൻ മിത്തോളജിയും ഒക്കെ ആയിട്ട് എന്തുമാത്രം ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് അധികം താമസം വേണ്ട. നമ്മളൊന്ന് നോക്കിയാൽ മാത്രം മതി. എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അവസാനമായി നോക്കിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഒന്ന് തന്നെ. വെള്ളയും ചുമപ്പും വേഷമൊക്കെ ധരിച്ച് തലയിൽ തൊപ്പിയുമായി റെയിൻഡിയറിൻ്റെ വലിക്കുന്ന ഒരു വാഹനത്തിൽ കയറി പറന്നു വന്ന് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സാന്റാക്ലോസ് എന്ന സെയിൻറ്റ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പായിരുന്നു എന്നും, പഴയ കാലത്തുള്ള ഒരു ബിഷപ്പായിരുന്നു എന്നും, ആ ബിഷപ്പ് കുട്ടികളോട് വളരെ സ്നേഹം ഉള്ളത് കൊണ്ട് ഈ സാറ്റർനേലിയ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഒരുപാട് പേർക്ക് വന്ന് സഹായവും ഇതുപോലെ ഗിഫ്റ്റുകളും പാവപ്പെട്ട കുട്ടികൾക്കും ഒക്കെ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീടത് സാന്റാക്ലോസ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അമരിറ്റ മെസ്കാരിയ എന്ന് പറഞ്ഞ ഒരു മഷ്റൂമുണ്ട്. ഒരു അമേരിക്കൻ കാടുകളിലൊക്കെ കാണുന്ന മഷ്റൂമാണ്. അത് ഇവിടെ ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അത് ചുമപ്പിനും വെള്ള കുത്തുകളുള്ള സാധനമാണ്. ചുമപ്പ് മഷ്റൂമിനകത്ത് വെള്ള ഡോട്ടുകളാണ്. കണ്ട ഒരു സാന്റാക്ലോസിൻ്റെ ലുക്കുണ്ട് അതിന്. അപ്പോൾ അത് ചില ആൾക്കാരത് കഴിക്കാറുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ DMT എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ DMT നമ്മുടെ തലച്ചോറിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരുപാട് ഉണർവ് നമുക്ക് തരും. അപ്പോൾ അത് പ്രസവം കഴിഞ്ഞ സ്ത്രീകളിൽ പ്രകൃതിയാൽ ഉണ്ടാകുന്ന കാര്യമാണ് DMT. നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് സ്ത്രീകൾ വേദനയൊക്കെ മറന്നിട്ട് കുട്ടികളോടും കുഞ്ഞുങ്ങളോടും ഒക്കെ ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുകയും വാത്സല്യം തോന്നുകയും അവരെ ചേർത്ത് പിടിച്ച് പാല് കൊടുത്ത് പരിപോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ അല്ലാതെ തന്നെ ഈ ചുവപ്പും വെള്ളയുമായിട്ടുള്ള ഒരു മഷ്റൂം ഇല്ലേ, അതില്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകാനായിട്ട് കുറച്ചൊക്കെ നമ്മൾ സ്വയം ശ്രമിച്ചാൽ മതിയാകും എന്ന് പറഞ്ഞു തരുന്ന കുറേ ഫെസ്റ്റിവൽസ് ആണ് ഇതൊക്കെ എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. നമ്മുടെ ശരീരത്തിലുള്ള ഈ കൊളസ്ട്രോമിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്രിസം ഓയിൽ അത് താഴേക്ക് വന്ന് നമ്മുടെ ഏറ്റവും താഴത്തെ ചക്ര ആയിട്ടുള്ള റൂട്ട് ചക്ര, ചുമന്ന കളറിലുള്ള ചക്ര, ചുമപ്പ് തൊട്ട് വെള്ള ചക്രമായിട്ടുള്ള ഏറ്റവും പ്യുവർ ആയിട്ടുള്ള സഹസ്രാര, വയലറ്റ് കഴിഞ്ഞാൽ മുകളിൽ ഏറ്റവും മുകളിൽ വെളുപ്പാണ് വരുന്നത്. എല്ലാം കൂടെ ചേർന്ന ഒരു കളറ് റൂട്ട് ചക്ര ചുമപ്പ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു രീതിയാണ്. ചക്രകളെല്ലാം കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു കളറായിട്ടും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ തന്നെ ചക്രകളെ പറയാം. അപ്പോൾ ഈ ക്രിസം ഓയിൽ എന്ന് പറയുന്ന ഓയിൽ നമ്മുടെ മിൽക്ക് ആൻഡ് ഹണി കൊളസ്ട്രോമിൽ വന്ന് കിടന്ന ശേഷം അത് താഴേക്ക് വന്നിട്ട് അത് നമ്മുടെ റൂട്ട് ചക്രയായിട്ടുള്ള ചുമന്ന ചക്രയിൽ പോയി അവിടുന്ന് 33 വെർട്ടിബ്ര കയറി മുകളിലേക്ക് പോയി തിരിച്ച് തലച്ചോറിലെത്തുമ്പോഴാണ് ശരിക്കുമുള്ള വേക്കനിങ് വരുന്നത്, തിരിച്ചും ക്രൈസ്റ്റ് വീണ്ടും പുനർജനിക്കുന്നത് എന്ന് പറയുന്നതുണ്ട്. അങ്ങനെയുമുള്ള ഒരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസുമായിട്ട് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെയും നമുക്ക് ആത്മീയതയിലൂടെ വികസിപ്പിച്ചെടുക്കാവുന്ന ബുദ്ധിയെയും ഒക്കെ കാണിക്കുന്നത് അത് തന്നെ ആണോ എന്ന് ഒരുപാട് കോറിലേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കണക്ഷൻസ് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന് തോന്നാറുണ്ട്. ബൈബിളിലെ 2 വരി ഞാൻ വായിക്കുകയാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഐ ആം ദ ലവ്, ഐ ആം ദ റിസറക്ഷൻ. ഈ 33 വെർട്ടിബ്ര കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ, ക്രിസ്തുവിൻ്റെ 33 വർഷം കഴിഞ്ഞ് മുകളിലോട്ട് പോയി കഴിയുമ്പോൾ, യു ബിക്കം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഐ ആം ദ ലവ്. ഞാനാണ് സ്നേഹം, ഞാനാണ് വെളിച്ചം, ഞാനാണ് പുതുജീവൻ എന്ന് നമുക്ക് തന്നെ സ്വയം പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെടുവോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ക്രിസ്മസ് എന്ന് പറയുന്നത് വെറുതെ ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് നമ്മൾ തിന്നും കുടിച്ചും കഴിയേണ്ട സമയത്തേക്കാൾ ഉപരിയായിട്ട് ഇതുപോലെ ആത്മീയമായിട്ടും കൂടെ ചിന്തിക്കാനായിട്ട് ഉത്തേജനം നൽകാനായി എൻ്റെ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥയായി. ഇപ്പോൾ എല്ലാവർക്കും വീണ്ടും നന്മ നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് സസ്നേഹം ശ്രീലേഖ.